ശ്രീ ടി പത്മനാഭൻ്റെ കഥയും പൊരുളും എന്ന പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം, കഥ പോലെ ഒരു ജീവിതം. അതാണ് ഇന്ന് വായിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബാല്യകാലത്തുണ്ടായ അനുഭവങ്ങളാണ് കൂടുതലായി വിവരിച്ചിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അച്ഛൻ്റെ മരണവും ഒക്കെ അദ്ദേഹത്തെ തളർത്തിയിരുന്നെങ്കിലും അതിലൊന്നും അടിപതറാതെ മുന്നോട്ട് കടന്നു വന്ന ആ ഒരു ഒഴുക്കാണ് ഈ കുറച്ച് ഭാഗത്ത് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. രാത്രി പെയ്ത മഴയിൽ നനഞ്ഞു കിടക്കുന്ന മരച്ചില്ലകളിൽ നിന്ന് വണ്ണാത്തിപ്പുള്ളുകൾ പാടുന്നുണ്ടായിരുന്നു. സാധാരണയായി എല്ലാ പുലർച്ചകളിലും വണ്ണാത്തിപ്പുള്ളുകളുടെ പാട്ട് കേൾക്കാനായി അവൻ ചെവിയോർത്ത് നിൽക്കാറുണ്ടായിരുന്നു. അകലെ കുന്നുകൾ, കുന്നുകളുടെ ചെരുവിലെ കാടുകൾ, രാവിലെ താഴ്വരയിലെ പാടത്തു നിന്ന് ഉയർന്നു വരുന്ന വെളുത്ത മഞ്ഞ്, മഞ്ഞിൻ്റെ മറയിലൂടെ പതുക്കെ പ്രഭാതരശ്മികൾ കടത്തുന്ന സൂര്യൻ, ഇതൊക്കെ എന്നും അവനെ ആകർഷിച്ചു പോന്ന കാഴ്ചകളായിരുന്നു. പക്ഷെ ഇന്ന് അവൻ അതൊന്നും കാണുകയുണ്ടായില്ല. വരാന്തയുടെ അറ്റത്തുള്ള തൂണിൻ്റെ അരികിൽ അവൻ അസ്വസ്ഥനായി നിന്നു. ആ കുഞ്ഞു മനസ്സിൽ സങ്കടങ്ങളുടെ കാർമേഘങ്ങൾ നിറയുകയാണ്. ഇല്ലായ്മയുടെ ഇരുണ്ട മേഘങ്ങൾ. പള്ളിക്കുന്നിലെ തിണയ്ക്കൽ തറവാട്ടിൽ അച്ഛൻ്റെ വിയോഗം തീർത്ത വറുതിയുടെ നാളുകൾ. വയറു നിറയെ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി. ഉള്ളുപിടയ്ക്കുന്ന ആധിയുമായി അമ്മ, നെടുവീർപ്പുമായി അരികിൽ സഹോദരങ്ങൾ. തിണയ്ക്കൽ പത്മനാഭൻ നായർ ലോകമാദരിക്കുന്ന ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനായതിന് പിന്നിൽ നീന്തിക്കിടക്കുന്ന ദുരിതക്കടലുകൾ ഏറെയാണ്. പത്മനാഭൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുണ്ട്. അവനൊഴുക്കിയ കണ്ണീരിൻ്റെ ഉപ്പുരസമുണ്ട്. സഹജീവികളോടുള്ള കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ആദ്യ പാഠങ്ങൾ പപ്പൻ മനസ്സിലാക്കിയത് അമ്മയിൽ നിന്നാണ്. വളരെ ചെറുപ്പത്തിലെ വിധവയായ അമ്മ ഏറെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത്. തിണയ്ക്കൽ ദേവകിയമ്മ എന്ന അമ്മുക്കുട്ടിയമ്മയുടെയും പുതിയടത്ത് കൃഷ്ണൻ നായരുടെയും 4-ാമത്തെ മകനാണ് പത്മനാഭൻ. ഒരു ജ്യേഷ്ഠനും 2 ജ്യേഷ്ഠത്തിയുമാണ് ഉടപ്പിറന്നവർ. അച്ഛൻ മദ്രാസ് സർവേ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. പത്മനാഭന് 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു. അതോടെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടമായത്. ജ്യേഷ്ഠൻ വേലായുധൻ നായർക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. ദാരിദ്ര്യം പുകയുന്ന വീട്ടിലേക്ക് ഇടയ്ക്കെങ്കിലും സഹായം എത്തിച്ചത് അമ്മയുടെ അമ്മാവൻ കുഞ്ഞമ്പു നായരായിരുന്നു, അനാഥത്വത്തിലെ ഏക തുണ. പത്മനാഭൻ്റെ മനസ്സിൽ ബാല്യത്തിൻ്റെ വർണ്ണചിത്രങ്ങളില്ല. കൂട്ടുകാരൊത്തുള്ള ലീലാകലവികളിൽ മുഴുകി, പൂക്കളോടും പൂമ്പാറ്റകളോടും കിന്നാരം ചൊല്ലി, ഗ്രാമ നന്മകളുടെ വിശുദ്ധിയിൽ മുഴുകി, മഴവിൽ കിനാവുകൾ കണ്ട് അങ്ങനൊരു പൂക്കാലം പപ്പൻ്റെ ഓർമ്മകളിലില്ല. ഉള്ളത് ഇല്ലായ്മകളുടെ സങ്കടക്കടൽ മാത്രം. പള്ളിക്കുന്നിലെ വിശാലമായ ജയിൽ പറമ്പിൽ തമിഴനായ മണിയോടും തെലുങ്കനായ താത്തനോടുമൊപ്പം കളിച്ചു നടന്നതുകൊണ്ടാകാം ജാതിമത ഭേദങ്ങളുടെ സങ്കുചിതമായ ലോകം പപ്പനെ തീണ്ടിയില്ല. പ്രാരാബ്ദങ്ങൾക്കിടയിലും പപ്പനെ 5-ാം വയസ്സിൽ പള്ളിക്കുന്ന് എലമെൻ്ററി സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. ജ്യേഷ്ഠത്തി അവിടെ ടീച്ചറായി ഉണ്ടായിരുന്നു എന്നതാണ് ആശ്വാസം. അവർ ചിറക്കൽ രാജാസ് സ്കൂളിലേക്ക് മാറിയപ്പോൾ പത്മനാഭൻ്റെയും പഠനം അവിടെയായി. സ്കൂളിൽ ഉച്ചയൂണില്ല. ഉച്ചനേരങ്ങളിൽ ആവി പറക്കുന്ന ചോറുണ്ട് ക്ലാസ്സിലേക്ക് ഓടിക്കയറുന്ന രുചിയും മണവുമുള്ള കറിക്കൂട്ടുകൾ ആസ്വദിച്ച് പരസ്പരം കൈമണത്തു നോക്കുന്ന കുട്ടികൾക്കിടയിൽ അവൻ ഒറ്റപ്പെട്ടു. സ്കൂൾ മുറ്റത്തെ കിണറ്റിലെ വെള്ളം കോരി കുടിച്ച് തണുത്ത വെള്ളത്തിൽ കണ്ണുനീർ കഴുകി അവൻ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി. ഒരു നാൾ ഉച്ചയ്ക്ക് അമ്മാവൻ്റെ ചെറുമക്കൾ വീട്ടിലേക്ക് വിളിച്ചു. അമ്മയോട് അനുവാദം ചോദിച്ചാണ് പപ്പൻ അവർക്കൊപ്പം പോയത്. ഇളയ മകനെങ്കിലും ഒരു നേരം വയറു നിറയെ ചോറ് തിന്നട്ടെ എന്ന് അമ്മ കരുതി. ആഹ്ലാദത്തോടെ പപ്പൻ അമ്മാവൻ്റെ വീട്ടിലേക്ക് ചെന്നു. ആ വലിയ വീട്ടിലെ ഊണുമേശയിലേക്ക് ആർത്തിയോടെ അവൻ നോക്കി. മുന്നിൽ ചോറും കറികളും. അമ്മാവൻ്റെ ചെറുമക്കളോടൊപ്പം ഊണ് കഴിക്കുമ്പോൾ പപ്പൻ അമ്മയെയും സഹോദരങ്ങളെയും ഓർത്തു. അവരിപ്പോൾ വിശന്നിരിക്കുകയായിരിക്കും. 3-4 ദിവസം ഇങ്ങനെ വയറു നിറച്ച് കഴിച്ച് സ്കൂളിലെത്തിയപ്പോൾ പപ്പന് എന്തെന്നില്ലാത്ത സംതൃപ്തി തോന്നി. പഠനത്തിന് പുതിയൊരു ഉന്മേഷം കിട്ടിയതുപോലെ. പക്ഷേ അത് അധികനാൾ നീണ്ടു നിന്നില്ല. പപ്പൻ്റെ പതിവായുള്ള ഈ വരവ് അമ്മാവൻ്റെ മക്കൾക്ക് അത്ര പിടിച്ചില്ല. ഉച്ചയ്ക്ക് പപ്പനും കുട്ടികളും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സ്വന്തം മക്കളെ തല്ലാൻ തുടങ്ങി. എന്നും ഉച്ചയ്ക്കുള്ള നിങ്ങളുടെയൊക്കെ ഈ തീറ്റിയുണ്ടല്ലോ, മതിയാക്കി കൂടെ ഈ ആർത്തി. പപ്പൻ തരിച്ചിരുന്നു പോയി. അവരുടെ മേൽ പതിച്ച ഓരോ അടിയുടെയും വേദന അനുഭവിച്ചത് അവനായിരുന്നു. അടി കൊണ്ടത് മനസ്സിനാണെന്ന് മാത്രം. ഊണ് കഴിക്കാതെ അവൻ തല കുനിച്ചിരുന്നു. അല്പനേരം കഴിഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകി. വേദനയില്ലാത്ത വിധത്തിൽ കുട്ടികളെ അടിച്ച അമ്മമാരുടെ മുന്നിലൂടെ അവൻ കീഴ്പോട്ട് തന്നെ നോക്കി മറഞ്ഞു. അന്ന് രാത്രി പപ്പന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പട്ടിണിയുടെ നാളുകളായിരുന്നു അത്. ഒരു ഘട്ടത്തിൽ പത്മനാഭന് കോളറ പിടിപെടുകയും ചെയ്തു.
സ്കൂളിൽ ഒന്നും കഴിക്കാതിരുന്ന് ഒടുവിൽ അസമയത്ത് കിട്ടിയത് ആർത്തിയോടെ കഴിച്ചു, കൂട്ടത്തിൽ സോഡയും. വീട്ടിലെത്തിയപ്പോൾ തളർന്ന അവശനായി. വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കശുമാവും ചാരായം കഴിച്ചാൽ രക്ഷപ്പെടും. നാട്ടിലാകെ പാഞ്ഞു ചെന്ന് അന്വേഷിച്ച് വാറ്റുചാരായം എത്തിച്ചു. അതുകൊണ്ട് മാത്രം ജീവൻ ബാക്കിയായി. പലപ്പോഴും ഓണത്തിനായി പത്മനാഭൻ കാത്തിരിക്കുമായിരുന്നു. പൂക്കളിർത്ത് പുത്തനണിഞ്ഞ് ഉല്ലസിക്കാനല്ല, ഒരു നേരമെങ്കിലും വയറു നിറയെ ആഹാരം കഴിക്കാൻ. ചുറ്റുമുള്ള കുട്ടികൾ പുത്തൻ ഉടുപ്പണിഞ്ഞ് ഓടിത്തിമിർക്കുമ്പോൾ പത്മനാഭൻ ഒരു ചിറ്റാടയെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് കൊതിച്ചിരുന്നു. എല്ലാം ആ കുഞ്ഞു മനസ്സിൻ്റെ നെടുവീർപ്പിലൊതുങ്ങി. സങ്കടങ്ങളുടെ ആകാശത്തിൽ ഓർമ്മകൾ ചരടുപൊട്ടിയ പട്ടം പോലെ പാറിക്കളിക്കുകയാണ്. അവൻ അമ്മയെക്കുറിച്ചാണ് ഓർത്തത്, കുട്ടികളെ വളർത്താൻ അവരനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച്. കത്തുന്ന ഒരു രഥചക്രം. നന്മയുടെ നല്ല പാഠങ്ങളിൽ പലതും മക്കൾ ഉൾക്കൊണ്ടത് അമ്മയിൽ നിന്നാണ്. അമ്മയായിരുന്നു പപ്പൻ എല്ലാം. അത്രമേൽ അമ്മ ലാളിച്ചിരുന്നു. ഇളയ മകനായതുകൊണ്ടാവാം ചെറിയ കുട്ടിയെ എന്ന പോലെ വിവാഹം കഴിക്കും വരെ പപ്പനെ കുളിപ്പിക്കുമായിരുന്നു. അതോടെ അച്ഛൻ മരിച്ചതോടെ വരുമാന മാർഗം അടഞ്ഞു. അമ്മയ്ക്ക് സഹോദരങ്ങളില്ല. അമ്മയുടെ അമ്മാവനിൽ നിന്നായിരുന്നു എന്തെങ്കിലും ലഭിച്ചിരുന്നത്. അമ്മയ്ക്ക് ജാതിയും മതവും ഉണ്ടായിരുന്നില്ല. അയിത്തവും ജാതീയതയും കൊടികുത്തി വാഴുന്ന കാലത്ത് അവർ അന്യജാതിക്കാരുമായി നല്ല സൗഹൃദം പുലർത്തി. പപ്പൻ്റെ വീട് ഉൾപ്പെടുന്ന പള്ളിക്കുന്നിന് പടിഞ്ഞാറ് ഇടുങ്ങിയ ചിന്താഗതിക്കാരായ നായന്മാരുടെ അഗ്രഹാരമായിരുന്നു. എന്നാൽ കൂടെ പഠിച്ച ഹരിജൻ സ്ത്രീകളായിരുന്നു അമ്മയുടെ കൂട്ടുകാർ. ജാതി വിലക്കുകൾ ഉണ്ടായിരുന്ന അക്കാലത്ത് അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി മലയ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. കുട്ടിക്കാലത്ത് സ്കൂളിൽ തുടങ്ങിയ ആ സൗഹൃദം ജീവിതാന്ത്യം വരെ തുടർന്നു. അമ്മ വിശ്വാസിയായിരുന്നെങ്കിലും അമ്പലത്തിൽ പോയില്ല, ഉത്സവങ്ങളിലും പങ്കുകൊണ്ടില്ല. പ്രായമാകുന്തോറും ഭക്തിയിൽ ലയിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു അവർ. സന്ധ്യാസമയങ്ങളിൽ നാമം ജപിക്കാറില്ല. കുളത്തിൽ നിന്ന് കുളി കഴിഞ്ഞെത്തിയാൽ ഉമ്മറക്കോലായിലെ ഭസ്മക്കൊട്ടയിൽ നിന്ന് ഒരു നുള്ളു ഭസ്മമെടുത്ത് നെറ്റിയിൽ ചാർത്തും. അതിലൊതുങ്ങി പ്രാർത്ഥന. അമ്മ ആരെക്കുറിച്ചും മോശമായി എന്തെങ്കിലും പറയാറില്ല. അവർക്കെല്ലാം നല്ലതും എല്ലാ മനുഷ്യരും നല്ലവരുമായിരുന്നു. ഇല്ലായ്മയുടെ കാലത്ത് ക്രൂരമായ അവഗണന കാണിച്ച ബന്ധുക്കൾ പിന്നീട് സഹായം തേടിയെത്തിയപ്പോൾ എല്ലാം മറന്ന് അവർ അവരെ സഹായിച്ചു. മക്കൾ നല്ല നിലയിലായതിൻ്റെ സൗഭാഗ്യം അവർക്ക് കൂടി നൽകി. അതിൽ ആനന്ദം കൊണ്ടു. അന്യമതസ്ഥരോട് അലിവോടെ പെരുമാറി. അക്കാലത്ത് മുസ്ലിങ്ങൾ ഹിന്ദു വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കാറില്ല, ഹറാമാണ്. വീട്ടിൽ പതിവായി വരാറുള്ള മൊയ്തീനും റജബും അമ്മ കൊടുത്ത ആഹാരം സ്വകാര്യമായി കഴിച്ചു. മറ്റുള്ളവർ കാണാതിരിക്കാൻ അമ്മ അവർക്ക് പ്രത്യേകം സൗകര്യമൊരുക്കി. തൊടിയിലെ തൈത്തെങ്ങിൻ്റെ കുഴി അടിച്ചുറപ്പിച്ച് ചാണകം മെഴുകി ഭംഗിയാക്കിയിരുന്നു. അതിലിരുന്നാണ് ആരും കാണാതെ അവർ ആഹാരം കഴിച്ചിരുന്നത്. ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പത്മനാഭൻ വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ ഭാരവാഹിയും സജീവ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. അക്കാലത്ത് മിക്ക ദിവസങ്ങളിലും രാത്രി വളരെ വൈകിയേ വീട്ടിലെത്തൂ. അന്നൊന്നും പത്മനാഭൻ കയ്യിൽ വെളിച്ചം കരുതാറില്ല. ഏതു കൂരിരുട്ടിലും പകൽ വെളിച്ചത്തിലെന്ന പോലെയായിരുന്നു നടന്നിരുന്നത്. രാത്രി വിശാലമായ ജയിൽ പറമ്പ് കുറുകെ കടന്ന് ജയിൽ പറമ്പിനും വീട് നിന്നിരുന്ന പറമ്പിനും ഇടയിലുള്ള വലിയ കാട്ടുകണ്ടിപ്പറമ്പും കടന്ന് വീട്ടുപറമ്പിലേക്കും അവിടെ നിന്ന് വീട്ടിലേക്കുമെത്താൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇരുട്ടത്തുള്ള മകൻ്റെ ഈ നടത്തത്തിൽ അമ്മ ഏറെ ദുഃഖിതയായിരുന്നു. കാട്ടുപറമ്പിൽ ഇടയ്ക്കിടെ വലിയ മൂർഖൻ പാമ്പുകൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അമ്മയുടെ ആധിയും വർദ്ധിച്ചു വന്നു. ഒരു ദിവസം രാത്രി ഏറെ വൈകി പത്മനാഭൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ജയിൽ വളപ്പ് കഴിഞ്ഞ് കാട്ടുകണ്ടിപ്പറമ്പിലേക്ക് കടന്നപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. കാട്ടുകണ്ടിയുടെ നടുവിൽ ഒരു എണ്ണവിളക്ക് കത്തുന്നു. ഈ വിളക്കിൻ്റെ പ്രകാശത്തിൽ ഒരേക്കറിലധികം വലിപ്പമുള്ള പറമ്പ് നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നു. പത്മനാഭൻ അവിടെ കുറേ നേരം സ്തബ്ധനായി നിന്നുപോയി. ദുഃഖം സഹിക്കാൻ കഴിയാതെ അമ്മ അവിടെ കൊണ്ടുവച്ച വിളക്കായിരുന്നു അതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആ രാത്രി കാട്ടുപറമ്പിൽ അമ്മ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ വെളിച്ചം ഇപ്പോഴും പത്മനാഭൻ്റെ കൂടെയുണ്ട്. ഈ വെളിച്ചം കഥകളിലൂടെ മറ്റുള്ളവർക്ക് അദ്ദേഹം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പത്മനാഭൻ അമേരിക്കയിൽ സന്ദർശനത്തിന് പോയ അവസരത്തിൽ നാട്ടിൽ നിന്ന് ടെലിഫോൺ സന്ദേശം. അമ്മയ്ക്ക് തീരെ സുഖമില്ല. വീട്ടിലെത്തിയപ്പോൾ ഒരു ഭാഗം തളർന്നു കിടക്കുന്ന അമ്മ. മകൻ വന്നുവെന്നറിഞ്ഞപ്പോൾ ഒന്ന് കണ്ണു തുറന്നു. എന്തോ പറയാൻ നോക്കി. ശബ്ദം പുറത്തു വന്നില്ല. ഏതാനും ദിവസങ്ങൾക്കകം അമ്മ മരിച്ചു. അമ്മ പറയാൻ ഉദ്ദേശിച്ച കാര്യം പിന്നീട് ഏട്ടൻ പറഞ്ഞു. നിന്നെ കാണാനായി മാത്രം അമ്മ ഈ അവസ്ഥയിൽ കാത്തിരുന്നതാവാം. അക്ഷരക്കൂട്ട്. പള്ളിക്കുന്നിലാണ് പപ്പൻ ബാല്യകൗമാരങ്ങൾ പിന്നിട്ടതെങ്കിലും പള്ളിക്കുന്നുകാരനായല്ല ജീവിച്ചത്. ജയിൽ വാർഡന്മാരുടെ മക്കളോടൊപ്പമായിരുന്നു സഹവാസം. തുച്ഛമായ ശമ്പളം കൊണ്ട് അരിഷ്ടിച്ച് ജീവിക്കുന്നവരായിരുന്നു ജയിൽ ജീവനക്കാർ.
അവരിൽ തമിഴരുണ്ട്, തെലുങ്കരുണ്ട്, കന്നഡക്കാരുണ്ട്. അവരുടെ ഭാഷയും പെരുമാറ്റങ്ങളുമായി അടുത്തിടപഴകിയതിനാൽ അവിടുത്തെ ഐത്താചാരങ്ങളും നാട്ടുഭാഷയും പപ്പനെ സ്വാധീനിച്ചില്ല. പത്മനാഭൻ പഠിച്ചതും ഇവിടെയായിരുന്നില്ലല്ലോ. ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ 1943 മുതൽ 48 വരെ അവിടെ ജ്യേഷ്ഠത്തി കല്യാണിക്കുട്ടിയമ്മ ടീച്ചറായിരുന്നത് വലിയ സഹായമായി. മാതൃതുല്യം സ്നേഹിച്ചിരുന്ന അവരാണ് വായനയുടെ വിശാലമായ ലോകത്തേക്ക് പത്മനാഭനെ നയിച്ചത്. അധ്യാപകൻ വാഴയിൽ ഗോവിന്ദൻ വൈദ്യൻ പരന്ന വായനക്കാരനായിരുന്നു. ലോക ക്ലാസിക് കൃതികളെ പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വായിക്കാൻ പ്രേരിപ്പിച്ചതും അദ്ദേഹം തന്നെ. വായന നന്നേ ചെറുപ്പത്തിൽ തന്നെ ഭ്രാന്തമായ ഒരാവേശമായിരുന്നു പത്മനാഭന്. പുസ്തകങ്ങൾ കൊണ്ട് വിശപ്പടക്കിയ കാലമായിരുന്നു അത്. ഇല്ലായ്മകളെ മറികടന്നത് വായനയിലൂടെയായിരുന്നു. വീട്ടിൽ എല്ലാവരും വായനക്കാരായിരുന്നു, പ്രത്യേകിച്ചും സ്ത്രീകൾ. പലപ്പോഴും ഒരു പുസ്തകം കിട്ടിയാൽ ആരാണ് ആദ്യം വായിക്കുക എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു. ഒളിച്ചുവെച്ചും പരസ്പരം കാണാതെയും അവർ പുസ്തകം ആർത്തിയോടെ വായിച്ചു. അതിലേറെയും നോവലുകളായിരുന്നു. തമിഴിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും തർജ്ജമ ചെയ്യപ്പെട്ട ഡിറ്റക്റ്റീവ് നോവലുകൾ, പരിമള, രാജമ്മാൾ, അങ്കനാചുംബനം തുടങ്ങിയവ. എലമെന്ററി സ്കൂൾ കടക്കുന്നതിന് മുമ്പ് അന്ന് മലയാളത്തിലുണ്ടായിരുന്ന മിക്ക നോവലുകളും വായിച്ചു തീർത്തു. ശങ്കരകവിയും ചെറുശ്ശേരിയും മുതൽ വി ഉണ്ണികൃഷ്ണൻ നായർ വരെയുള്ളവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പള്ളിക്കുന്നിലെ മിക്ക വീടുകളിലും പുസ്തകങ്ങളുണ്ടായിരുന്നു. ആളുകൾ പൊതുവെ വായിക്കുന്നവരായിരുന്നു. സാമാന്യം നല്ല ഗ്രന്ഥശേഖരമുണ്ടായിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ ലൈബ്രറിയിൽ നിന്ന് അവിടുത്തെ പരിചയക്കാരനായ ഉദ്യോഗസ്ഥർ മുഖേന പുസ്തകങ്ങൾ കിട്ടാനുള്ള സൗകര്യം പത്മനാഭനുണ്ടായിരുന്നു. നല്ല കുറേ വായനശാലകളും അന്നുണ്ടായിരുന്നു. കൊറ്റാളിയിലെ ദേശാഭിവർദ്ധിനി വായനശാല, ഉദയംകുന്നിലെ ടാഗോർ സ്മാരക വായനശാല, ഇടച്ചേരിയിലെ ചെത്തുമുക്കിലെ വായനശാല. അവിടെ ചെന്നിരുന്നാണ് വായന. പുസ്തകങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അംഗമാകണമല്ലോ. രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ വായനശാലകളിൽ നിന്ന് പത്മനാഭൻ കാര്യമായ സാഹിത്യ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചില്ല. എല്ലാം രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ. വായനയുടെയും പഠനത്തിൻ്റെയും നല്ലൊരു കാലമായിരുന്നു അത്. സ്കൂൾ ഫൈനൽ ചിറക്കൽ രാജാസിൽ പൂർത്തിയാക്കി. പിന്നീട് ഇൻ്റർമീഡിയറ്റിന് തൃശ്ശിനാപ്പള്ളി സെൻറ് ജോസഫ്സ് കോളേജിൽ ചേർന്നെങ്കിലും അവിടുത്തെ കാലാവസ്ഥ പിടിക്കാത്തതിനാൽ തിരിച്ചു വന്ന് മംഗലാപുരത്ത് ചേർന്നു. അക്കാലത്തെ കുട്ടികളെല്ലാം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലേക്കാണ് ഉപരിപഠനത്തിന് വണ്ടി കയറിയിരുന്നത്. പാസഞ്ചറിൽ പോയി വരും. പല രീതിയിലുള്ള മനുഷ്യരുമായി ഇടപഴകാൻ അപ്പോൾ അവസരമുണ്ടായത് മംഗലാപുരത്തെ കോളേജ് ജീവിതത്തിനിടയിലാണ്. പിന്നീട് മദ്രാസിലും കുറച്ചു കാലം പഠിച്ചു. അതുകൊണ്ട് ഒരു കോസ്മോപൊളിറ്റൻ അന്തരീക്ഷത്തിൽ വളരാനായി. പള്ളിക്കുന്നിലെ ജയിൽ പരിസരത്തെ ജീവിതത്തിൽ നിന്നെന്ന പോലെ നായന്മാരുടെയും അഗ്രഹാരത്തിലെ കുടുസു ജീവിതത്തിൽ നിന്നും അങ്ങനെ പുറത്തു ചാടാനായി. കഥയുടെ വഴിയിൽ. എഴുതാനുള്ള കഴിവ് പത്മനാഭൻ്റെ മനസ്സിലെവിടെയോ ആഴത്തിൽ ഉറങ്ങിക്കിടന്നിരിക്കണം. അത് ജന്മസിദ്ധമായിരിക്കുമെന്ന് പത്മനാഭൻ കരുതി. അനുകൂല സാഹചര്യം കിട്ടിയപ്പോൾ സുഷുപ്തിയിലായിരുന്ന ആ വിത്ത് മുളച്ച് വളർന്നു വലുതായി. അനുകൂല സാഹചര്യത്തിൽ ഒന്നാം സ്ഥാനം വായനയ്ക്ക് തന്നെയാണ്. വായന നന്നേ ചെറുപ്പത്തിൽ തന്നെ വിശാലമായ ഒരാവേശമായിരുന്നു. പുസ്തകങ്ങൾ കൊണ്ട് വിശപ്പടക്കിയ കാലം. ഭൗതികമായ ഇല്ലായ്മകളെ മറികടന്നത് വായനയിലൂടെയായിരുന്നു. ആദ്യ കഥ 1948 പുറത്തു വന്നു. കുറ്റവാളി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരു പോക്കറ്റടിക്കാരനെക്കുറിച്ചായിരുന്നു ആ കഥ. അന്ന് ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു പത്മനാഭൻ. കണ്ണൂരിൽ നേരിൽ കണ്ട ഒരു കാഴ്ചയെയാണ് കഥാവൽക്കരിച്ചത്. പ്രമേയം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പോക്കറ്റടിക്കാരനായിരുന്നു. പോക്കറ്റടിച്ച ചെറുപ്പക്കാരൻ ആ പ്രവൃത്തിയിൽ പുതുക്കക്കാരനായിരുന്നിരിക്കാം. പിടിക്കപ്പെടുകയും പോലീസുകാരാൽ മർദ്ദിക്കപ്പെടുകയും ചെയ്തു. അടികൊണ്ട ആ ചെറുപ്പക്കാരനോടായിരുന്നു പത്മനാഭൻ്റെ സഹാനുഭൂതി. കള്ളനെങ്കിലും അയാളും മനുഷ്യനല്ലേ. അടികൊണ്ട് തളർന്നു വീണ ആ യുവാവിനെക്കുറിച്ച് ആലോചിച്ചു. അനാഥമായ ഒരു ജീവിതത്തെക്കുറിച്ചും. ആദ്യ കഥയുടെ പിറവിക്ക് ഇടയായ സംഭവം അതായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയ ഒത്തിരി നാളുകൾ. ഒരു നാൾ മരണം തന്നെ അഭയമെന്ന് കരുതി. ഒരു സിനിമയ്ക്ക് ശേഷമാകാം എന്ന് കരുതി കണ്ണൂരിലെ പഴയ ജവഹർ തിയേറ്ററിൽ കയറി. അവിടെ വച്ചാണ് പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടിയെ കണ്ടത്. മരണത്തിനുമേൽ ജീവിതത്തിൻ്റെ പ്രകാശം പരന്ന നിമിഷങ്ങൾ. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഭാവോജ്വലമായ കഥ പിറന്നത് ആ നിമിഷങ്ങളിലായിരുന്നു. മലയാള കഥയെ ലോകവിധാനങ്ങളിലേക്ക് ഉയർത്തിയ രചനകളുടെ കാലമായിരുന്നു പിന്നെ. മദ്രാസിലെ പഠനകാലത്ത് ആശുപത്രി കിടക്കയിൽ, യാത്രാമധ്യേ, മഴയുടെ പ്രണയാർദ്ര നിമിഷങ്ങളിൽ, പ്രകൃതിയുടെ സംഗീതത്തിൽ മുഴുകിയപ്പോൾ, അങ്ങനെ മനസാർദ്രമായ നേരങ്ങളിൽ കടന്നു വന്ന കഥകൾ. എങ്ങനെയോ സൗഭാഗ്യമായി വന്ന സ്നേഹത്തിൻ്റെ തീർത്ഥാടനം.
വൈദ്യമഠത്തിൽ ചികിത്സയിലായപ്പോൾ എഴുതിയ കഥയാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. രോഗം കടന്നു വന്നപ്പോൾ വീണ്ടും ചികിത്സയിലായി. ഉച്ചാടനം എന്ന കഥ പിറന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്നപ്പോൾ കിളി എന്ന കഥ പറഞ്ഞെത്തി. മദ്രാസ് ആശുപത്രിയിൽ നിന്ന് പരിശോധന കഴിഞ്ഞ് മടങ്ങിയപ്പോൾ ബലി എഴുതി. ജീവിതത്തിനും മരണത്തിനുമിടയിലെ സാന്ത്വനത്തിൻ്റെ തലോടലാണ് മിക്കപ്പോഴും പത്മനാഭൻ കഥകൾ. രോഗാതുരതയുടെ മരണഗന്ധത്തിൽ നിന്നും ജീവിതത്തിൻ്റെ പുതുമഴ ഗന്ധത്തിലേക്ക് വീശിയെത്തുന്ന സുഗന്ധവാഹിയായ ഒരു കാറ്റ്, അതാണ് മിക്കപ്പോഴും പത്മനാഭൻ കഥകൾ. സ്നേഹം വേണ്ടത്ര ലഭിക്കാത്ത കുട്ടിക്കാലത്തേക്കാളേറെ പ്രകൃതിയുടെ ലീലാകലവികളിൽ മുഴുകാനാണ് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം. മഴയും പുഴയും പൂക്കളും കിളികളും പൂച്ചകളും പട്ടികളുമെല്ലാം ആ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മനുഷ്യസ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഊഷ്മളതയിൽ ലോകത്തെ കാണാൻ കൊതിക്കുന്ന കഥാകാരനാണ് പത്മനാഭൻ. ഈ പേലവമായ മനസ്സാണ് പത്മനാഭൻ കഥകളിൽ കാണാവുന്നത്. സത്യത്തിൻ്റെയും നന്മയുടെയും ഒരു പ്രകാശവലയം ആ കഥകൾക്ക് ചുറ്റും പരിവേഷം ചാർത്തുന്നു. മൂന്നാമത്തെ ഭാഗം അവസാനിച്ചു.